നെക്സ്റ്റ് ടോപ്പിക് ഇതുപോലെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒന്നാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 2019 ഞാൻ കണ്ടത് വാട്ട് ഈസ് മെൻറ്റ് ബൈ ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പോവർട്ടി. അപ്പോൾ ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പോവർട്ടി പറയുന്നതിന് മുൻപ് ആദ്യം തന്നെ നമുക്ക് നോക്കാം വാട്ട് ഈസ് മെൻറ്റ് ബൈ പോവർട്ടി. ഞാനിവിടെ 2-3 ഡെഫിനേഷൻസ് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് പോവർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദാരിദ്ര്യം. അതായത് നമുക്കറിയാം 3 പ്രധാന മേജർ ഇഷ്യൂസ് ആണ് ഇന്ത്യൻ ഇക്കോണമിയിലുള്ളത്. There are 3 important major issues faced by Indian economy. ഒന്ന് പോവർട്ടി, രണ്ടാമത്തെ അൺഎംപ്ലോയ്മെന്റ്, മൂന്നാമത്തെ ഇൻഇക്വാലിറ്റി. These are the 3 important major issues faced by Indian economy. അപ്പോൾ 3 പ്രധാന ഇഷ്യൂ, അതായത് പ്രശ്നങ്ങളാണ് ഇന്ത്യയിൽ കാണുന്നത്. അതാരാണ് നമ്മൾ പറഞ്ഞ് പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഇക്വാലിറ്റി. ഇതിൽ ആദ്യത്തെ ആളാണ് പോവർട്ടി. പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ദാരിദ്ര്യം. നമുക്കറിയാം ഭക്ഷണമില്ലാത്ത അവസ്ഥ, അതായത് ജനങ്ങളുടെ കയ്യിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ. അപ്പം നമുക്ക് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പോവർട്ടി ഈസ് ഡിഫൈൻഡ് ആസ് നോട്ട് ഹാവിങ് ഇനഫ് ടു മീറ്റ് ബേസിക് നീഡ് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. പോവർട്ടി എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് നമുക്ക് പറയുകയാണെങ്കിൽ നോട്ട് ഹാവിങ് ഇനഫ് ടു മീറ്റ് ബേസിക് നീഡ്സ്, not having enough to meet basic needs, food, clothing and shelter. അതായത് ഈ ഡെഫിനേഷൻ നമുക്കറിയാം സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നോട്ട് ഹാവിങ്, അതായത് നോട്ട് ഹാവിങ് ഇനഫ് ടു മീറ്റ് ബേസിക് നീഡ്സ്. നോട്ട് ഹാവിങ് ഇനഫ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇനാഡിക്വേറ്റ് ക്വാണ്ടിറ്റി, വേണ്ടത്ര അളവിലെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ. ലാക്ക് ഓഫ് ഫുഡ്, അല്ലെ? എളുപ്പത്തിൽ പറയാൻ നമുക്ക് എന്ത് പറയാം? ലാക്ക് ഓഫ് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. നോട്ട് ഹാവിങ് ഇനഫ് ടു മീറ്റ്, അതായത് നമുക്ക് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ വേണ്ടത്ര അളവിൽ ഇല്ലാത്ത അവസ്ഥ. ആരാ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് കേൾക്കുന്നതാണ് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. അതായത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ ഇത് വിളിക്കുക പോവർട്ടി എന്ന് പറയുന്നത്. അപ്പം പോവർട്ടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞു, നോട്ട് ഹാവിങ് ഇനഫ് ടു മീറ്റ് ബേസിക് നീഡ് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. അതായത് അടിസ്ഥാന ആവശ്യങ്ങൾ വേണ്ടത്ര അളവിലില്ലാത്തത്. അതായത് നമുക്ക് ഒരാൾക്ക് വേണ്ടത്ര ഭക്ഷണമില്ലെങ്കിലേ, അതുപോലെ തന്നെ നമുക്ക് താമസിക്കാനായിട്ട് പാർപ്പിടമില്ലാത്തത്, ധരിക്കാനായിട്ട് വസ്ത്രമില്ലാത്ത ഈ ബേസിക് നീഡ്സ് ഇല്ലാത്തൊരവസ്ഥയ്ക്ക് നമുക്ക് എന്ത് പറയാം? ദാരിദ്ര്യം എന്ന് പറയാം. അപ്പൊ ഇത് നമ്മൾ നോക്കുമ്പോൾ 2 രീതിയിൽ നമുക്ക് ഇതിന് വ്യാഖ്യാനിക്കാം. അതായത് നോട്ട് ഹാവിങ് ഇനഫ് ടു മീറ്റ് ബേസിക് നീഡ്സ്. ബേസിക് നീഡ്സ് ആയ ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ ഇവ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം. പണമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പം പണം വേണ്ടത്ര അളവിൽ വേണം. എന്നിട്ട് നമുക്ക് ആ പണം കൊണ്ട് ഫുഡ്, ക്ലോത്തിങ്, അതുപോലെ തന്നെ ഷെൽട്ടർ വാങ്ങി. ഇതാണ് ആദ്യത്തിലെ പോവർട്ടി എന്നുള്ള ഡെഫിനിഷനും കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. എന്നിട്ട് രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കടന്നപ്പോൾ നമ്മൾ ഒന്നുകൂടി വൈഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. പോവർട്ടി എന്ന് പറഞ്ഞാൽ ബേസിക് നീഡ്സ് എന്ന് പറയുന്നതിനാൽ ഉപരിയായിട്ട് പോവർട്ടി ഇറ്റ് ഇസ് എ സോഷ്യൽ ഫിനോമിന in which a section of the society is unable to fulfill the basic necessities of life. ഒന്നുകൂടി നമ്മൾ അതിനെ, അതായത് ഒന്നുകൂടി നമ്മൾ വൈഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതായത് നമ്മുടെ മനസ്സിൽ ആദ്യം എന്താ? നോട്ട് ഹാവിങ് ഇനഫ് ടു മീറ്റ് ബേസിക് നീഡ്സ് ഓഫ് ലൈഫ്. അപ്പൊ അവിടെ കൊണ്ട് നമുക്ക് പോവർട്ടിയെ ഒതുക്കി നിർത്താനായിട്ട് സാധിക്കില്ല. ഒന്നുകൂടി വൈഡ് ആയിട്ട് നമ്മൾ അതിനെ കണ്ടു. പോവർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സോഷ്യൽ ഫിനോമിന ഇൻ വിച്ച് എ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി unable to meet or unable to fulfill the basic necessities of life. അതായത് ഇതൊരു സോഷ്യൽ ഫിനോമിനയാണ്. സോഷ്യൽ ഫിനോമിന എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹിക പ്രതിഭാസമാണ് കേട്ടോ. പോവർട്ടി നമ്മൾ വിളിക്കുന്ന പോലെ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടറിൽ ഒതുക്കി നിർത്തുന്ന ഒന്നല്ല. ഇതൊരു സാമൂഹിക പ്രതിഭാസമാണ്. എന്താ? ഇൻ വിച്ച് എ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ഈസ് അണേബിൾ to fulfill the basic necessities of life. Even the basic necessities of life. അതായത് അടിസ്ഥാന ആവശ്യങ്ങളെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഒരു സമൂഹത്തിന് കഴിയാത്ത അവസ്ഥ കേട്ടോ. ഇതിനെയാണ് നമ്മൾ വിളിക്കുക. അത്തരത്തിലുള്ള ഒരു സാമൂഹിക പ്രതിഭാസമായിട്ടാണ് പോവർട്ടിയെ നമ്മൾ കണ്ടത്.
അപ്പം ആദ്യത്തിൽ നിന്ന് ഒന്നും കൂടി മാറിക്കൊണ്ട് നമ്മൾ ചിന്തിച്ചു ഇതൊരു സോഷ്യൽ ഫിനോമിനയാണ്. അപ്പം ആദ്യത്തെ നമ്മൾ പറഞ്ഞു നോട്ട് ഹാവിങ് ഇനഫ് ഫുഡ്, അല്ലെങ്കിൽ നോട്ട് ഹാവിങ് ഇനഫ് ടു മീറ്റ്, അതായത് അത് കൂടുതലായിട്ട് മോണിറ്ററിങ്, പണം അല്ലെങ്കിൽ ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കി ഇൻകം കുറവല്ലേ, അതായത് ഇൻകം മാത്രമല്ല ഇതിൽ നമുക്ക് എന്ത് പറയാം, ഒരു സാമൂഹിക പ്രതിഭാസമാണ്. അതായത് എ സോഷ്യൽ ഫിനോമിന ഇൻ വിച്ച് എ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് നോട്ട് അതായത് നോട്ട് ഫുൾഫിൽ ഈവൺ ദ ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്, നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിവൃത്തീകരിക്കാനായിട്ട് സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് സാധിക്കാത്ത ഒരു സാമൂഹിക പ്രതിഭാസമായിട്ട് ആരെ കാണുന്നു, ഈ പോവർട്ടിയെ കാണും. അപ്പം ഇതിന് സാമൂഹിക പ്രതിഭാസമാണെന്നുള്ള ഒരു സാമൂഹികം എന്ന് പറഞ്ഞാൽ എന്താ, ഇത് കണക്റ്റഡ് ടു ദി സൊസൈറ്റി, സമൂഹത്തെ റിലേറ്റപ്പെടുത്തി ബന്ധപ്പെടുത്തിക്കൊണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇത് വിളിച്ചത് എ സെക്ഷൻ, അതായത് ഒരു സോഷ്യൽ ഫിനോമിനയാണ്. ദാറ്റ് ഈസ് എ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി അണേബിൾ ടു ഫുൾഫിൽ, നിവൃത്തീകരിക്കാൻ സാധിക്കില്ല ഈവൺ ദ ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്. അങ്ങനെ ഇതൊരു സാമൂഹിക പ്രതിഭാസമായിട്ട് പറയുന്നു. അവിടെ കൊണ്ട് നമ്മൾ നിർത്തുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയാണ് നോട്ട് ഓൺലി ദ സോഷ്യൽ ഫിനോമിന ബട്ട് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് മൾട്ടി ഡൈമെൻഷണൽ ഫിനോമിന. കേട്ടോ, ഇതിന് നമ്മൾ ആരായിട്ട് പറയാണ്, ഒരു മൾട്ടി ഡൈമെൻഷണൽ കേട്ടോ, അതായത് ബേസിക് നെസസിറ്റീസ് മാത്രമല്ല. ഇപ്പൊ നമുക്കറിയാം ഒരാൾക്ക് അളവിൽ കുറവ് കേട്ടോ, വേണ്ടത്ര അളവിലെ ഭക്ഷണം കിട്ടാത്ത ഒരാള് ദരിദ്രനാണ്. ഇപ്പൊ അയാൾക്ക് ആവശ്യം, ഇപ്പൊ ഒരാൾക്ക് വേണ്ടത് ഒരു ദിവസം 100, അതായത് 2400 കലോറിയാണെന്ന് വിചാരിക്കുക. അപ്പം ഒരാളുടെ ഒരു അതായത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ 2400 കലോറി ഭക്ഷണത്തിൽ നിന്ന് അയാൾക്ക് കിട്ടണം. അങ്ങനെ കിട്ടാത്ത ഒരാൾ ദരിദ്രനാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ എന്താ പറയുന്നത്, അതായത് ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി ഈ ക്വാണ്ടിറ്റി, അതായത് ഈ 2400 കലോറി ഊർജം എന്ന് പറഞ്ഞാല് ഈ 2400 കലോറിയില് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് എനിക്ക് എന്ത് കിട്ടുന്നത്, ഇത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം അളവിൽ കഴിച്ചാൽ മാത്രമല്ല, അപ്പം 2400 കലോറി ഊർജം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കഴിക്കുന്ന ഫുഡ് ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം, ആഡിക്വേറ്റ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇഫ് ദർ ഇസ് എ ഇൻസഫിഷ്യൻസി ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ, അളവിൽ കുറവുണ്ടായിരിക്കുക. നോട്ട് ഓൺലി ലാക്ക് ഓഫ് ഫുഡ് ബട്ട് ഓൾസോ ക്വാളിറ്റി. ലാക്ക് ഓഫ് ക്വാളിറ്റി, അതായത് കഴിക്കുന്ന ഭക്ഷണം വേണ്ടത്ര പോഷക ഗുണമുള്ളവയായിരിക്കും. അപ്പം അളവ് മാത്രമല്ല ഇവിടെ പ്രസക്തി കേട്ടോ, അത് ക്വാണ്ടിറ്റി മാത്രം നമ്മൾ പറഞ്ഞ പോലെ ഈ കഴിക്കുന്ന ഭക്ഷണം എന്തുകൂടി ഇരിക്കണം, ക്വാളിറ്റി ഉള്ളത്, വേണ്ടത്ര വിറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ് ഇവയെല്ലാം ഉണ്ടായിരിക്കണം. അപ്പം ഒരാൾക്ക് 50 ഗ്രാം ഫുഡ് കിട്ടി, ഈ 50 ഗ്രാം ഫുഡ് കിട്ടിയിട്ട് വേണ്ടത്ര രീതിയിൽ പോഷകമൂല്യം അതായത് പോഷകമൂല്യം ഇല്ലാത്തൊരു സാധനമാണെങ്കിൽ ഭക്ഷണമാണ് ഞാൻ കഴിച്ചെങ്കിൽ അയാൾ ദരിദ്രനാണ് കേട്ടോ. 50 ഗ്രാം കഴിച്ചു എന്നുള്ളതല്ല, 50 ഗ്രാം കഴിച്ച ഒരാള് അതിൽ നിന്നും വേണ്ടത്ര രീതിയിൽ എനിക്ക് എന്ത് കിട്ടണം, ന്യൂട്രീഷ്യൽ കണ്ടൻസ് കിട്ടണം. ആ ന്യൂട്രീഷ്യൽ കണ്ടൻസ് കിട്ടാത്ത ഒരാള് ദരിദ്രനാണ്. അങ്ങനെ നോട്ട് ഓൺലി ദ ക്വാണ്ടിറ്റി ബട്ട് ഓൾസോ ഇറ്റ് ആഡ് ഓർ കൺസിഡർ ക്വാളിറ്റി. ക്വാണ്ടിറ്റി മാത്രമല്ല ക്വാളിറ്റി. അപ്പൊ പോവർട്ടിയെ ഇനാഡിക്വസി ഓഫ് ഫുഡ്, ഇനാഡിക്വസി എന്ന് പറഞ്ഞാൽ എന്താ, വേണ്ടത്ര അളവിൽ ഇല്ലാത്തത്. നോട്ട് ഓൺലി ഇനാഡിക്വസി ഓഫ് ഫുഡ് ബട്ട് ഓൾസോ എന്താണ്, ലാക്ക് ഓഫ് ക്വാളിറ്റി. ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ് കഴിച്ചാലും അയാളെ നമ്മൾ ആരായിട്ട് പറയുന്നു, ദരിദ്രനായിട്ട് പറയുന്നു. അപ്പൊ ഞാനിവിടെ പറഞ്ഞു മൾട്ടി ഡൈമെൻഷനിൽ, ഒന്നോ രണ്ടോ മാത്രമല്ല വിവിധ രീതിയിൽ ഞാൻ അളക്കണം. അപ്പം അളവിൽ കുറവായ ഒരാൾ ദരിദ്രനാണ്, എന്നാൽ അളവിൽ കിട്ടി വേണ്ടത്ര ക്വാളിറ്റിയുള്ള പോഷകമൂല്യമില്ലാത്ത ഭക്ഷണമാണ് കഴിച്ചെങ്കിൽ അയാളും ആരാണ്, ദരിദ്രനാണ്. ഇനി ഇവിടെ കൊണ്ടും നിർത്തുന്നില്ല. ബട്ട് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ബേസിക് അമ്യൂണിറ്റീസ് ഓഫ് ലൈഫ്, അതായത് ഒന്നുകൂടി ചിന്തിക്കാൻ തുടങ്ങി. അതായത് ക്വാണ്ടിറ്റി ക്വാളിറ്റി, നോട്ട് ഓൺലി ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ബട്ട് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ബേസിക് അമ്യൂണിറ്റീസ്, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ആള്, ഭക്ഷണവും കിട്ടി ക്വാളിറ്റിയും കിട്ടി, അതുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാൾ ദരിദ്രനാണെന്ന് അതായത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതായത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഭക്ഷണം വേണം, പോഷകമൂല്യമായിരിക്കും, എന്നാൽ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുള്ള
എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ? നമുക്ക് വേണ്ടത്ര രീതിയിൽ സാനിറ്റേഷൻ ഫെസിലിറ്റി, അതായത് ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുള്ള സാനിറ്റേഷൻ ഫെസിലിറ്റി വേണം. സേഫ് ഡ്രിങ്കിങ് വാട്ടർ, നല്ല കുടിവെള്ള സംവിധാനം വേണം. ഹൗസിംഗ് ഫെസിലിറ്റി, ജീവിക്കാനുള്ള സാഹചര്യമുള്ള വീടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉണ്ടാകണം കേട്ടോ. ഇവയെല്ലാം ഇല്ലാത്ത ഒരാളെ, ഹൗസിംഗ് ഫെസിലിറ്റി വേണം, ഇവയൊന്നും ഇല്ലാത്ത ഒരാൾ ആരാണ്? ദരിദ്രരാണ്. ഇതുകൊണ്ട് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ബേസിക് അമ്യൂണിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങളായ കേട്ടോ, അത് നേരത്തെ നമ്മൾ പറയുന്ന ലാക്ക് ഓഫ് നെസസറി, അതായത് നെസസറി അല്ലെ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നല്ല, നമ്മളെന്താണ് നമ്മുടെ അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടോ. അത്യാവശ്യം ആരാണ്? ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ. ഫുഡും ക്ലോത്തിങ് ഷെൽട്ടർ അല്ല, നമ്മൾ അതിനൊന്നുകൂടി മറികടന്ന് ചിന്തിക്കാൻ തുടങ്ങിയതാണ് ബേസിക് എമ്യൂണിറ്റീസ് ആയ കുടിവെള്ളം, സേഫ് ഡ്രിങ്കിങ് വാട്ടർ എനിക്ക് കിട്ടണം. മാത്രമല്ല എനിക്ക് വേണ്ടത്ര രീതിയിൽ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് വേണം, എനിക്ക് ഹൗസിംഗ് ഫെസിലിറ്റീസ് വേണം, ഇലക്ട്രിസിറ്റി ഉണ്ടാകണം. ഇതൊന്നും ഇല്ലാത്ത ഒരാൾ നമ്മൾ ആരായിട്ട് തുടങ്ങി? ദരിദ്രനായിട്ട് കാണാൻ തുടങ്ങി. ഇതുകൊണ്ടാണ് പോവർട്ടി ഈസ് ഡിഫൈൻഡ് ആസ് മൾട്ടി ഡൈമെൻഷണൽ കേട്ടോ. അതായത് ഒന്നിൽ മാത്രം ഊന്നി നിൽക്കാതെ മൾട്ടി ഡൈമെൻഷണൽ ഫിനോമിന, ഒരു വിവിധങ്ങളായ ഒരു പ്രതിഭാസമായിട്ട് നമ്മൾ ദാരിദ്ര്യത്തെ കാണാൻ തുടങ്ങി. അപ്പം 3 രീതിയിൽ ഞാനിതിനെ പറയാം. ആദ്യം ബേസിക് ആയിട്ട് നമുക്ക് പറയുമ്പോൾ നോട്ട് ഹാവിങ് ഇനഫ് ടു മീറ്റ് ബേസിക് നീഡ്സ് അല്ലേ. ബേസിക് നീഡ്സ് എന്താണെന്ന് പറയുന്നു? ആരാണ്? ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. രണ്ടാമത്തെ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്താ പറയുന്നത്? ഇതൊരു സോഷ്യൽ ഫിനോമിനയാണ് ഇൻ വിച്ച് എ സെക്ഷൻ ഓഫ് സൊസൈറ്റി അണേബിൾ ടു ഫുൾഫിൽ ഈവൺ ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്. അടിസ്ഥാന എന്താണ് നമ്മുടെ ആവശ്യങ്ങളെ നിവൃത്തീകരിക്കാനായിട്ട് ഒരു സൊസൈറ്റിയിലെ ഒരു വിഭാഗത്തിന് സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ടാണ് പോവർട്ടി നമ്മളെന്ത് വിളിച്ചത്? ഒരു സാമൂഹിക പ്രതിഭാസമായിട്ട് പറഞ്ഞത്. വീണ്ടും അതിന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്താണ്? ഇതൊരു മൾട്ടി ഡൈമെൻഷണൽ ഫിനോമിനയാണ്. മൾട്ടി എന്ന് പറഞ്ഞാൽ എന്താ? വിവിധങ്ങളായ പ്രതിഭാസം. നോട്ട് ഓൺലി ദ ക്വാണ്ടിറ്റി ബട്ട് ഓൾസോ ദ ക്വാളിറ്റി പ്ലസ് ലാക്ക് ഓഫ് ബേസിക് അമ്യൂണിറ്റീസ്. ക്വാണ്ടിറ്റി വേണം, ക്വാളിറ്റി വേണം, മാത്രമല്ല എൻ്റെ ബേസിക് നെസസിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടോ. അതായത് ഇത് ബേസിക് നെസസിറ്റീസ് മാറ്റിയിട്ട് ഞാൻ ആരാക്കി മാറ്റി? ബേസിക് അമ്യൂണിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങളായ സേഫ് ഡ്രിങ്കിങ് വാട്ടർ. ഒന്നുകൂടി വിപുലമായിട്ട് നമ്മൾ പറഞ്ഞു, നല്ല വെള്ളം കിട്ടണം, എനിക്ക് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് വേണം, മാത്രമല്ല എനിക്ക് എന്താണ്? താമസിക്കാൻ വീട് വേണം, ഇലക്ട്രിസിറ്റി ഒക്കെ വേണം, റോഡുകൾ വേണം. ഇതില്ലാത്ത ഒരാൾ ദരിദ്രനാണ്. അങ്ങനെ ദാരിദ്ര്യത്തെ പല രീതിയിൽ നമ്മൾ പറഞ്ഞു. ഇത് നമ്മളോട് പറയാണ് പോവർട്ടിയെ 2ആയി ക്ലാസിഫൈ ചെയ്യാം. അപ്പം പോവർട്ടിയുടെ ഡെഫിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി പോവർട്ടിയെ 2ആയിട്ട് തരംതിരിക്കാം, ക്ലാസിഫൈ ചെയ്യുന്ന തരംതിരിക്കാം. ഒന്ന് ആബ്സല്യൂട്ട് പോവർട്ടി, രണ്ടാമത്തെ റിലേറ്റീവ് പോവർട്ടി. ഇതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പോവർട്ടി. അപ്പം ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പോവർട്ടി പറയണമെങ്കിൽ ദാരിദ്ര്യം എന്താണെന്ന് ഞാൻ പറയണം. എന്നിട്ട് വേണം എനിക്ക് എന്തിലോട്ട് കടക്കാനായിട്ട്? ആരാണ് ആബ്സല്യൂട്ട് പോവർട്ടി എന്നും എന്താണ് റിലേറ്റീവ് പോവർട്ടി എന്ന് പറയാം. ഇനി ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ തികച്ചും കംപ്ലീറ്റ് ആയിട്ട് ഒരു ആബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ലാക്ക് ദ റിസോഴ്സസ് നെസസറി ഫോർ സബ്സിസ്റ്റൻസ്. അതായത് ഇറ്റ് റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് ഇൻ വിച്ച്, ഇതൊരു അവസ്ഥ. എന്തവസ്ഥയാണ്? ഇൻഡിവിജ്വൽ ലാക്ക് ദ റിസോഴ്സസ്, ഇൻഡിവിജ്വൽ ലാക്ക് ദ റിസോഴ്സസ് നെസസറി ഫോർ സബ്സിസ്റ്റൻസ്. സബ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ദൈനംദിന നിലനിൽപ്പിന് ആവശ്യമുള്ള വിഭവങ്ങളെ വാങ്ങിക്കാനായിട്ട് ഇല്ലാത്ത, അതായത് ലാക്ക് ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലാക്ക് ഓഫ് മണി. എനിക്ക് നിലനിന്നു പോകാനായിട്ട് ആവശ്യമുള്ള വിഭവങ്ങളെ വാങ്ങിക്കാനായിട്ട് എൻ്റെ കയ്യിൽ വിഭവങ്ങളില്ല, അല്ലെങ്കിൽ മണി ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് എന്ത് വിളിക്കുന്നത്? അതായത് ആബ്സല്യൂട്ട് പോവർട്ടി. അതായത് സബ്സിസ്റ്റൻസ് ലെവൽ, എനിക്ക് നിലനിൽക്കണമെങ്കിൽ ഇത്ര പണം, അതായത് പണം കൊണ്ട് എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഇസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഇറ്റ് റെഫേഴ്സ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് എന്താണ്? ഇൻഡിവിജ്വൽ ലാക്ക് ദ റിസോഴ്സസ് നെസസറി ഫോർ സബ്സിസ്റ്റൻസ്. സബ്സിസ്റ്റൻസ് വാങ്ങിക്കാനായിട്ട്, നിലനിൽപ്പിന് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങിക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥ.
ഭക്ഷണം വാങ്ങിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ എന്ത് വേണം? ഇനഫ് പർച്ചേസിങ് പവർ അല്ലെങ്കിൽ മണി വേണം. ഇതിനെയാണ് എന്ത് വിളിക്കുക? ആബ്സല്യൂട്ട് പോവർട്ടി. അപ്പം ആബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച്, ഇതൊരു അവസ്ഥയാണ്. എന്താവസ്ഥ? ഇൻഡിവിജ്വൽ ലാക്ക് ദ റിസോഴ്സസ് എന്താണ് നെസസറി ഫോർ സബ്സിസ്റ്റൻസ്. ചുരുക്കം പറഞ്ഞാൽ സബ്സിസ്റ്റൻസ് ലെവല് മീറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ. നിലനിൽപ്പിന് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങിക്കാൻ അല്ലെങ്കിൽ അത് എടുക്കാനായിട്ട് സബ്സിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് നിലനിർത്താനായിട്ട് സാധിക്കാത്ത അവസ്ഥ, ലെവൽ ഓഫ് ലിവിങ് വാങ്ങിക്കാനായിട്ട്, ഇത് അതിനുള്ള ലാക്ക് ഓഫ് റിസോഴ്സസ് ആണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആബ്സല്യൂട്ട് പോവർട്ടി. അപ്പം സബ്സിസ്റ്റൻസ് ലെവല് കീപ്പ് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ലെവൽസ് ഓഫ് ലിവിങ് കണ്ടോ, എനിക്ക് ജീവിക്കാനായിട്ട് ഇത്ര ഫുഡ് വേണം, അത് വാങ്ങിക്കാനായിട്ട് റിസോഴ്സസ് ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് ഞാൻ എന്ത് പറയാ? ആബ്സല്യൂട്ട് പോവർട്ടി. ഇനി റിലേറ്റീവ് പോവർട്ടി, അടുത്ത ക്ലാസിഫിക്കേഷൻസ് ആണ് റിലേറ്റീവ് പോവർട്ടി. റിലേറ്റീവ് പോവർട്ടി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആബ്സല്യൂട്ട് അല്ല, റിലേറ്റീവ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗികമായിട്ട് കേട്ടോ. അതായത് റിലേറ്റീവ് പോവർട്ടി എന്ന് പറഞ്ഞാൽ ഇത് ഇറ്റ് മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ income and consumption expenditure of one individual with other, one society to other, one country to other. Such comparison is known as relative poverty. അതായത് ഒരു സൊസൈറ്റിയിലെ ഒരു വിഭാഗവും മറ്റൊരു വിഭാഗവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുക. ഒരു രാജ്യത്തെ ജനങ്ങളും മറ്റൊരു രാജ്യങ്ങളുമായിട്ടുള്ള ഇൻകം കൺസംഷൻ എക്സ്പെൻഡിച്ചർ നമ്മൾ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായിട്ട് താരതമ്യം ചെയ്യുക. ഈ താരതമ്യ രീതിയിലുള്ള ദാരിദ്ര്യത്തെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പോവർട്ടി. റിലേറ്റീവ് പോവർട്ടി ഇസ് ഡിഫൈൻഡ് as it to make a comparison of income and expenditure, that is consumption expenditure, between individuals, between society and between the countries. വ്യക്തികളുമായിട്ട്, സമൂഹങ്ങളായിട്ട്, രാജ്യങ്ങളായിട്ട് അവരുടെ വരുമാനത്തെയും കൺസംഷൻ എക്സ്പെൻഡിച്ചറേയും നമ്മൾ താരതമ്യ പഠനം നടത്തുന്നതിനാണ് എന്ത് വിളിക്കുക? റിലേറ്റീവ് പോവർട്ടി. അപ്പം ഒന്നുകൂടി ഞാൻ പറയാം, ആബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സിറ്റുവേഷൻ ഓർ സ്റ്റേറ്റ് ഇൻ വിച്ച് ലാക്ക് ഓഫ് റിസോഴ്സസ്, എന്തിനാ? അതായത് ടു മീറ്റ് ദ നെസസിറ്റീസ് അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് ലെവല് വാങ്ങിക്കാനായിട്ടുള്ള ലാക്ക് ഓഫ് റിസോഴ്സസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആബ്സല്യൂട്ട് പോവർട്ടി. റിലേറ്റീവ് പോവർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ, ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ബിറ്റ്വീൻ കൺട്രീസ്. അപ്പോൾ ഒന്ന് കമ്പാരിസനും, രണ്ടാമത്തെ എന്താണ്? സബ്സിസ്റ്റൻസ് ലെവല് വാങ്ങിക്കാനായിട്ട് ലാക്ക് ഓഫ് റിസോഴ്സസ്, എൻ്റെ കയ്യിൽ വരുമാനമില്ലാത്ത അവസ്ഥയ്ക്കാണ് ഞാൻ എന്ത് വിളിച്ചത്? ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പം first we can define what is meant by poverty. Second, we can make a classification between absolute and relative poverty. മൂന്നാമത്തെ കടക്കുമ്പോൾ നെക്സ്റ്റ് is that what is meant by poverty line. ഇതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നോക്കുകയാണ് എന്താണ് പോവർട്ടി ലൈൻ. പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അളക്കാനുള്ള ഒരു മെഷറിംഗ് റോഡാണ് നമ്മൾ ആരായിട്ട് പറയുക? പോവർട്ടി ലൈൻ. അതായത് ദാരിദ്ര്യം നമ്മൾ അങ്ങനെ അളക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മൾ റേഷൻ കാർഡൊക്കെ കൊടുക്കുന്നത് BPL ആണ്, APL ആണ്. എന്താ BPLന്റെ ഫുൾ ഫോം? എന്താ? ബിലോ പോവർട്ടി ലൈൻ. APL എന്ന് പറഞ്ഞാൽ എന്താ? എബവ് പോവർട്ടി ലൈൻ. അതായത് ഇന്ത്യയിലെ പോവർട്ടി അളക്കാനുള്ള മെഷറിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? അളവുകോൽ. കേട്ടോ, മെഷറിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? അളക്കാനുള്ള ഉപകരണമായിട്ട് നമ്മളിവിടെ കണക്കാക്കുന്നതാണ് പോവർട്ടി ലൈൻ. കേട്ടോ, പോവർട്ടി അളക്കാനുള്ള അളവുകോലാണ് ആരായിട്ട് പറയാം? പോവർട്ടി ലൈൻ. അപ്പം മെഷറിംഗ് റോഡ് ഓഫ് പോവർട്ടി ദാറ്റ് ഈസ് ഈക്വൽ ടു പോവർട്ടി ലൈൻ. ഇനി ദോസ് പീപ്പിൾ എബവ് പോവർട്ടി ലൈൻ, പോവർട്ടി ലൈനിന്റെ മുകളിലെ ആൾക്കാരൻ ദേ ആർ നോട്ട് സഫറിങ് ദ പ്രോബ്ലം ഓഫ് പോവർട്ടി. ദാരിദ്ര്യ ഇപ്പം നമ്മളിവിടെ ഒരു ലൈൻ വരയ്ക്കാൻ, ഇതാണ് നമ്മുടെ PL എന്ന് പറഞ്ഞാൽ ആരാണ്? പോവർട്ടി ലൈൻ. ഈ പോവർട്ടി ലൈനിന്റെ ഇവിടെയുള്ള ആൾക്കാർ ആരാണ്? BPLകാര്. ഇവിടെയുള്ള ആരാണ്? APL, എബവ് പോവർട്ടി ലൈൻ. അപ്പം പോവർട്ടി അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പോവർട്ടി ലൈൻ. ഈ പോവർട്ടി ലൈനിന്റെ താഴെ കിടക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? BPL എന്നും, മുകളിലുള്ള ആൾക്കാരെ എന്ത് വിളിക്കുന്നു? എബവ് പോവർട്ടി ലൈൻ. നമ്മൾ ഇത് എങ്ങനെയാണ് അളക്കുക? നമ്മൾ അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ വെച്ചുകൊണ്ട് നമ്മൾ ആരെ അളക്കുന്നത്? പോവർട്ടി ലൈനിനെ അളക്കുന്നത്.
പോവർട്ടി ലൈൻ മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ക്രൈറ്റീരിയ. അതായത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് അളക്കുന്നത്? ദാരിദ്ര്യരേഖ അളക്കുന്നത്. അപ്പം ദാരിദ്ര്യരേഖ അളക്കുന്ന ക്രൈറ്റീരിയയാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. എന്താണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ക്രൈറ്റീരിയ? അതായത് ഇത് നമ്മൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അദ്ദേഹത്തിന് എത്രമാത്രം കലോറി ഊർജം പുറപ്പെടുവിക്കാനായിട്ട് സാധിച്ചു. ഹൗ മച്ച് കലോറി ഓഫ് എനർജി ഉണ്ടോ, എനർജി ഇത് അയാളെ ഭക്ഷണത്തിന് എത്രമാത്രം കലോറി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ദരിദ്രരാണോ അല്ലയോ എന്ന് ഞാൻ അളക്കുക. എന്നിട്ട് പറഞ്ഞു, അതായത് ഇത് ഒരു ഗ്രാമവാസിയാണെങ്കിൽ, ഒരു റൂറൽ ഹൗസ് ഹോൾഡ്സ് ആണെങ്കിൽ, ഒരു റൂറൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയാൾക്ക് എത്രയാണ്? 2400 കലോറി ആണോ എനർജി വേണം. 2400 കലോറി ഉണ്ടെങ്കിൽ അയാൾ ആരല്ല? ദരിദ്രനല്ല. ഗ്രാമത്തിലെ ഒരാള് ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണത്തിൽ നിന്നും അയാൾക്ക് എത്ര കലോറി കിട്ടണം? 2400 കലോറി കിട്ടണം. 2400 കലോറി കിട്ടിയില്ലെങ്കിൽ അയാൾ ആരാണ്? ദരിദ്രനാണ്. ദോസ് പീപ്പിൾ ബിലോ 2400 കലോറി, 2400 കലോറി അയാൾക്ക് എന്താണ് എനർജി റിക്വയർമെന്റ്, കലോറി കിട്ടിയില്ലെങ്കിൽ അയാൾ ആരാണ്? ദരിദ്രരാണ്. അത് വാങ്ങിക്കാനായിട്ട് അയാൾക്ക് ഒരു ഗ്രാമവാസി മന്ത്ലി എത്ര രൂപ ചെലവഴിക്കണം? 816 രൂപ ചെലവഴിക്കണം. 2400 കലോറി ഒരു ദിവസം അയാൾക്ക് കിട്ടണമെങ്കിൽ അതായത് ഫുഡിന്റെ എനർജി, അതായത് കലോറി ഊർജം അയാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ എത്ര ചെലവഴിക്കണം? മാസത്തിലെ 816 രൂപയും ഡെയിലി അയാൾ എത്ര രൂപ ചെലവഴിക്കണം? 32 രൂപയും ചെലവഴിക്കണം. ദിവസം 32 രൂപ ചെലവഴിച്ചാൽ അയാൾക്ക് എന്ത് കിട്ടുന്നു? അയാൾക്ക് ആ വ്യക്തിക്ക് 2400 കലോറി കിട്ടും. ഇതാണ് ഒരു ഗ്രാമവാസി. അപ്പം പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ ഇതൊരു മെഷറിംഗ് റോഡ് ഓഫ് പോവർട്ടിയാണ്. അത് നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് നമ്മൾ അളക്കുന്നത്. അത് നമ്മൾ ഈ കൺസംഷൻ എക്സ്പെൻഡിച്ചർ അളക്കുന്ന ആ രീതി വിളിക്കുന്ന പേരാണ് കലോറി റിക്വയർമെന്റ്സ്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരാൾക്ക് എത്ര വേണം? 2400 കലോറി വേണം. ഈ 2400 കലോറി കിട്ടണമെങ്കിൽ ആ ഗ്രാമത്തിലെ ഒരാള് എന്താണ് മാസം 816 രൂപ ചെലവഴിക്കണം. എന്താണ് അത് മന്ത്ലി, ഡെയിലി ആണെങ്കിൽ 32 രൂപ. ഇതാണ് ഗ്രാമത്തിൽ. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യാസമാണ് പട്ടണം, എർബൻ ഏരിയയുടെ പ്രത്യേകത. എർബൻ ഏരിയയിലെ നമ്മളെന്താ 2400 അല്ല, എത്ര വേണ്ടതുള്ളൂ? 2100 കലോറി. അപ്പൊ അവിടെ ഒരു ഡിഫറൻസ് കണ്ടു. ഗ്രാമത്തിൽ ഒരാൾക്ക് എത്ര വേണം? 2400 വേണം. പട്ടണവാസിയാണെങ്കിൽ അയാൾക്ക് എത്ര മതി? 2100 കലോറി. ഈ 2100 കലോറി അയാൾക്ക് എവിടെ നിന്ന് എത്ര രൂപ വേണം? ഒരു മാസം അയാള് 1407 രൂപ ചെലവഴിക്കണം. എന്നാൽ ദിവസം അയാൾ എത്ര രൂപ വേണം? 47 വേണം. എർബൻ ഏരിയയിലെ 2100 അയാളുടെ കലോറി റിക്വയർമെന്റ്. അതിനുവേണ്ടി 1407 രൂപ പട്ടണവാസി ഒരു മാസം ചെലവഴിക്കണം. ദാറ്റ് ഇസ് 1407 റുപ്പീസ്. ആൻഡ് അതായത് 2100 കലോറി കിട്ടാൻ ദിവസം അയാൾ എത്ര രൂപ വേണം? 47. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, എന്തുകൊണ്ടാണ് ഗ്രാമത്തിലും പട്ടണത്തിലും ഇങ്ങനെ ഒരു വ്യത്യാസം? അതായത് 2400 കലോറിയാണ് ഗ്രാമത്തില്, പട്ടണമാകുമ്പോൾ എത്രയാണ്? 2100. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസം? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ ജനങ്ങൾ ഭക്ഷണം കൂടുതൽ കഴിക്കും. എന്തുകൊണ്ടാണ്? അവർ കൂടുതലായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരാണ്. കേട്ടോ, നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അത്ര ഭക്ഷണമൊന്നും കഴിക്കുന്നത്, കാരണം അധ്വാനമില്ലാതെ വെറുതെ ഇരിക്കുക. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പം അധ്വാനിക്കാത്ത ഒരാൾക്ക് ഭക്ഷണം വളരെ കുറച്ച് മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് അയാൾക്ക് നിലനിന്നു. അപ്പം ഓൾറെഡി അയാളുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, അതായത് അയാളുടെ ആവശ്യങ്ങൾ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി വല്ലാണ്ട് കൂടുതൽ കഴിക്കേണ്ട. പക്ഷെ മറ്റേ ഗ്രാമത്തിലൊരാൾ വളരെ കൂടുതൽ അധ്വാനിക്കുന്ന ആളാണ്, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അയാൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് ക്വാണ്ടിറ്റി ഭക്ഷണം കഴിക്കും. അപ്പം അയാൾ കൂടുതൽ കഴിച്ചിട്ട് എത്രയാണ്? 2400 കലോറി അയാൾക്ക് കിട്ടണം.
അപ്പൊ അത് കിട്ടണമെങ്കിൽ അയാൾ മാസത്തിൽ ചെലവഴിക്കണം 816 രൂപയും ദിവസം അയാൾ എത്ര രൂപ ചെലവഴിക്കുന്നുണ്ട്? 32. എന്നാൽ പട്ടണത്തിലെ ഒരാളാണെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമാണ്. കാരണം അവിടെ എന്താ, അയാളുടെ മോസ്റ്റ് ഓഫ് ദ സാറ്റിസ്ഫാക്ഷൻ ഇറ്റ് ഈസ് ഫുൾഫിൽഡ്. അയാളുടെ ദൈനംദിന ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം മാത്രമല്ല വേണ്ടത്ര അതായത് കൂടുതലായിട്ട് ഇത്ര ഹാർഡ് വർക്കോ അല്ലെങ്കിൽ ഇത്ര ഫിസിക്കലായിട്ടുള്ള പവർ, അതായത് ജോലിയൊന്നും ചെയ്യാത്ത ആളാണെങ്കിൽ അയാൾക്ക് അത്രമാത്രം ഭക്ഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് എത്ര മതി? 2100 കലോറി മതി. അവ വാങ്ങിക്കാനായിട്ട് ആരേക്കാൾ കൂടുതൽ പണം ചെലവഴിക്കണം. അതായത് പട്ടണത്തിൽ പൊതുവെ എല്ലാ സാധനങ്ങളും വില കൂടുതലാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? 1407 രൂപ മാസം ചെലവഴിക്കണം. ഒരു ദിവസം അയാൾ എത്ര രൂപ വേണം? 47 രൂപ കളയണം. ഇതാണ് പോവർട്ടി ലൈനെ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പം പോവർട്ടി ലൈൻ ഒരു മെഷറിംഗ് റോഡാണ്. നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ്. അത് കലോറി ടേംസിലാണ് നമ്മൾ അളക്കുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും എത്രമാത്രം കലോറി കിട്ടുന്നുണ്ട് എന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ അളക്കുക. ഇതൊരു ഗ്രാമത്തിലും പട്ടണത്തിലും വിഭിന്നമാണ്. ദീസ് ആർ ദ മെയിൻ പോയിന്റ് ഹിയർ. അപ്പോൾ എന്താണ് പോവർട്ടി എന്ന് പറയാം? വാട്ട് അബൌട്ട് ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പോവർട്ടി? നെക്സ്റ്റ് വാട്ട് ഈസ് മീൻഡ് ബൈ പോവർട്ടി ലൈൻ? ഇനി എന്താണ് പോവർട്ടി ലൈൻ എങ്ങനെയാണ്? അതായത് നിങ്ങൾക്കൊരു എസ്സേ വരികയാണെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഇനി അതിൻ്റെ കോസസ് എന്താണെന്ന് നോക്കാം. പിന്നെ എന്താണ് മെഷേഴ്സ് എന്ന് പറയാം. അപ്പം അതായത് ഇതിൽ ഇത്രയും ശരിക്കും കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പോവർട്ടി എന്ന് കണ്ടു. അതിന് മുന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു വാട്ട് ഈസ് മെന്റ് ബൈ പോവർട്ടി, വിച്ച് ആർ ദി ഇമ്പോർട്ടൻറ്റ് കോസസ്, ഹൗ ടു സോൾവ് ദ പോവർട്ടി. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് കോസസ് ഫോർ ദാറ്റ് ഈസ് എമർജൻസ് ഓഫ് പോവർട്ടി. അതായത് കോസസ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഞാനിവിടെ പല കാരണങ്ങളായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ദാരിദ്ര്യം ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം ഇക്കണോമിക് ഫാക്ടേഴ്സാണ്, സാമ്പത്തിക ഘടകങ്ങൾ. രണ്ടാമത് നമ്മൾ നോക്കിയപ്പോൾ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്, അതായത് കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ. മൂന്നാമത് നോക്കിയപ്പോൾ ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ്, അതായത് ഡെമോഗ്രഫി റിലേറ്റഡ് ടു പോപ്പുലേഷൻ, ജനസംഖ്യ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. നാലാമത് നമ്മൾ നോക്കിയപ്പോൾ പേഴ്സണൽ ചില, അതായത് നമ്മൾ തന്നെയുള്ള ചില പേഴ്സണൽ ആയിട്ടുള്ള നമ്മൾ തമ്മിലുള്ള ചില ഇഷ്യൂസ്. പിന്നെ അഞ്ചാമത് നമ്മൾ നോക്കിയപ്പോൾ സോഷ്യൽ, സാമൂഹിക ചില ഘടകങ്ങൾ. ആറാമത് റീജിയണൽ വാരിയേഷൻ, പ്രാദേശിക വ്യത്യാസം. ഏഴാമത് ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് ഇക്കോളജി എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള 7ഓളം ഘടകങ്ങളാണ് ദാരിദ്ര്യത്തിന്. അപ്പം ഇക്കണോമിക് ഫാക്ടേഴ്സ് is the, then here there is a climatic factor, and third is a demographic, and fourth is social, and fifth is personal, അതായത് വ്യക്തിപരമായിട്ടുള്ളത്, പിന്നെ റീജിയണൽ, ആൻഡ് ലാസ്റ്റ് ഈസ് ഇക്കോളജിക്കൽ. ഇങ്ങനെ 7ഓളം ഘടകങ്ങളാണ് ദാരിദ്ര്യത്തിന് ഉള്ളത്. ഇനി ഇതിലെ ആദ്യത്തെ ആളെ ഞാൻ എടുക്കാം, ഇക്കണോമിക് ഫാക്ടേഴ്സ്. സാമ്പത്തികമായ എന്ത് ഘടകങ്ങളാണ് ദാരിദ്ര്യത്തിന് ഇടയായിട്ടുള്ളത്? There are some of the important reason is that one, due to the low agricultural productivity. Low agricultural productivity, then unequal distribution of land and assets, and third is decline village industries, and fourth is immobility of labor, and last is lack of employment opportunities. 6 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, താഴ്ന്ന രീതിയിലുള്ള ഉൽപാദനക്ഷമത. അതായത് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു വരുമ്പോൾ ഉൽപാദനം കുറയും, ഉൽപാദനം കുറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറയും, വരുമാനം കുറയുമ്പോൾ സേവിങ് കുറയും, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും, ക്യാപിറ്റൽ ഫോർമേഷൻ കുറയും. ഇങ്ങനെ ജനങ്ങൾക്കുള്ള വരുമാനത്തിൻ്റെ കുറവ്, ഇതാണ് ദാരിദ്ര്യം. ദാറ്റ് ഈസ് ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി റെഡ്യൂസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഇൻകം, എംപ്ലോയ്മെൻറ്റ്, സേവിങ് എക്സെട്ര. ദാറ്റ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ. ഉൽപാദനക്ഷമത കുറഞ്ഞു പോകുന്നു. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് അസറ്റ്. എല്ലാവർക്കും തുല്യമല്ലാത്ത രീതിയിലാണ് സമ്പത്തും വരുമാനവും വിതരിച്ചു കൊടുക്കുന്നത് കേട്ടോ. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് അസറ്റ്. എല്ലാവർക്കും ഒരേ രീതിയിൽ കൊടുത്ത് അവിടെ ആരുണ്ടാകില്ല? റിച്ചും പുവറും ഉണ്ടാകില്ല. ഇവിടെ നമുക്ക് കിട്ടിയ സമ്പത്തിൻ്റെയും വരുമാനത്തിൻ്റെയും ആ വിടവാണ് ക്രിയേറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് ദ പുവർ. സമ്പന്നനും ദരിദ്രനുമായിട്ടുണ്ടാക്കുന്നത് ഇതാണ്. അപ്പോൾ സമ്പന്നരുടെ കയ്യിൽ ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാവും, അവർക്ക് ദാരിദ്ര്യമില്ല. പാവപ്പെട്ട ആളുടെ കയ്യിൽ ലാൻഡും ഇല്ല, അസറ്റും ഇല്ല. ഇതെന്തിന് കാരണമാക്കുന്നു? ദാരിദ്ര്യത്തിന് കാരണമാക്കുന്നു. ആൻഡ് തേർഡ് ഈസ് ദാറ്റ് ഡിക്ലൈനിങ് വില്ലേജ് ഇൻഡസ്ട്രീസ്.
ഗ്രാമത്തിലെ വ്യവസായങ്ങളുടെ തളർച്ച അല്ലെങ്കിൽ താഴ്ച, അതായത് ഡിക്ലൈനിങ് വില്ലേജ് ഇൻഡസ്ട്രി. കാർഷിക മേഖല തന്നെ അധോഗതിയിലാണ്. അതോടൊപ്പം കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ആരും നിൽക്കുന്നത്, വ്യവസായം. അപ്പൊ കൃഷിയില്ലെങ്കിൽ ആരും ഉണ്ടാകില്ല. ഈ വില്ലേജ് ഇൻഡസ്ട്രീസിന് വേണ്ട അസംസ്കൃത വസ്തുക്കളെ കിട്ടുന്നില്ല. ഇതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറയുന്നു. അതാണ് ഡിക്ലൈൻ വില്ലേജ് ഇൻഡസ്ട്രി. ദേ ആർ കണക്റ്റഡ്. അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി വില്ലേജ് ഇൻഡസ്ട്രീസ് കണക്റ്റഡ് ആണ്. ഇനി ഇമ്മൊബിലിറ്റി ഓഫ് ലേബർ. പലപ്പോഴും തൊഴിലാളികൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് തൊഴിൽ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കാറില്ല. ഒരുപക്ഷെ കാസ്റ്റിൽ നിന്ന്. ഇപ്പോൾ നമുക്കറിയാം ഒരു തട്ടില്ലേ, അതായത് ഇപ്പോൾ തട്ടാനായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ തൊഴിലില്ലെങ്കിലും മറ്റു തൊഴിലുകൾ അന്വേഷിച്ച് പോകാനായിട്ട് അവരുടെ ജാതി ഒരു പ്രശ്നമാക്കുന്നു. ഇങ്ങനെ ഒരു പക്ഷേ സോഷ്യൽ കസ്റ്റംസ്, നമ്മുടെ ചില ആചാരങ്ങൾ, അതുപോലെ തന്നെ കാസ്റ്റ്, ജാതി വ്യവസ്ഥ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജാതിക്കും അതുപോലെ തന്നെ ആചാരങ്ങൾക്കും കസ്റ്റംസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് പലപ്പോഴും ലേബർ മറ്റൊരു സ്ഥലത്തേക്ക് ജോലി ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കാറില്ല. ഇതും എന്തിന് കാരണമാകുന്നു? പോവർട്ടിക്ക് കാരണമാകുന്നു. ലാസ്റ്റ് ഈസ് ദാറ്റ് ലാക്ക് ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് പൊതുവെ കാണുന്ന ഒരു അവസ്ഥ എന്താ? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത അവസ്ഥ. അതായത് വേണ്ടത്ര തൊഴിലവസരങ്ങളില്ല. അപ്പം തൊഴിലവസരങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? തൊഴിലുണ്ടാകുള്ളൂ, വരുമാനം ഉണ്ടാകുള്ളൂ. അപ്പോൾ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ലാക്ക് ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ദേ ആർ സഫറിംഗ് ദ പ്രോബ്ലം ഓഫ് പോവർട്ടി. These are the important economic reason. അപ്പം ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിന്റെ രണ്ടാമത് പറഞ്ഞ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് അസറ്റ്, മൂന്നാമത് വില്ലേജ് ഇൻഡസ്ട്രി ഡിക്ലൈനിങ്, ഇമ്മൊബിലിറ്റി ഓഫ് ലേബർ, ആൻഡ് ലാസ്റ്റ് ഈസ് ദ ലാക്ക് ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്തെ ആളെ നമ്മൾ കടന്നു. ഇതാണ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്, കാലാവസ്ഥപരമായിട്ടുള്ള പ്രത്യേകത. അതായത് ഇന്ത്യയിൽ പൊതുവെ ഹോട്ട് ക്ലൈമറ്റാണ്, ചൂട് കൂടുതലുള്ള കാലാവസ്ഥ. ചൂട് കൂടുമ്പോഴുള്ള പ്രശ്നം എന്താ? പെട്ടെന്ന് നമുക്ക് ക്ഷീണം വരും. കാരണം കൂടുതൽ സമയം അധ്വാനിക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥ. ഇതുകൊണ്ട് നമുക്ക് എന്താണ്, ഈ ക്ലൈമറ്റിൽ വരുന്ന പ്രശ്നം കൊണ്ട്, ചൂട് കൂടുതലുള്ള കാലാവസ്ഥയായതുകൊണ്ട് നമുക്ക് പലപ്പോഴും കൂടുതൽ സമയം ജോലി ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ. ഇതും നമ്മുടെ ഇതിന് കാരണമാക്കുന്നു. അപ്പോൾ ജോലി ചെയ്ത് നമുക്ക് വരുമാനം കിട്ടും? ഇല്ല. ഇതും ദാരിദ്ര്യത്തിനും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഫ്ലഡ്, ഫാമിൻ, എർത്ത് കേക്ക് അല്ലേ, നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കാത്ത ഒന്നാണ് ഫ്ലഡ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എന്താണ് ഇത്തരത്തിലുള്ള ഫ്ലഡ്, വെള്ളപ്പൊക്കം വരുന്നുണ്ട്, വരൾച്ച, ഫാമിൻ ഉണ്ടാകുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം എന്തിന് കാരണമാകുന്നു? ദാരിദ്ര്യത്തിന് കാരണം. ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ പാടെ നശിപ്പിക്കും. ഇത് തന്നെയാണ് ഫാമിൻ ആയാലും എർത്ത് കേക്ക് ആയാലും. ഇതുകൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകാനായിട്ട് കാരണമാണ്. ഇതാണ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്. അതായത് ഒരു വശത്ത് ഹോട്ട് ക്ലൈമറ്റ്, രണ്ടാമത്തെ ഫ്ലഡ്, ഫാമിൻ ആൻഡ് എർത്ത് കേക്ക്. ഓൾ ദീസ് ആർ അഡ്വേഴ്സ്ലി എഫക്ട് പോവർട്ടി ഓർ ദ റീസൺ ഫോർ പോവർട്ടി ഹിയർ. മൂന്നാമത്തെ ആളാണ് ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ്, ജനസംഖ്യാപരമായിട്ടുള്ള ചില ഘടകങ്ങൾ. അതായത് ഡെമോഗ്രഫി സ്റ്റഡി റിലേറ്റഡ് ടു പോപ്പുലേഷൻ. ജനസംഖ്യയുള്ള പഠനത്തെ നമ്മൾ എന്ത് വിളിക്കുക? ഡെമോഗ്രഫി. ഇവിടെ നമ്മൾ പറയാണ്, ഒരു വശത്ത് റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. രണ്ടാമത് ഫാമിലി സൈസ് കൂടുതൽ, അതായത് നമ്മുടെ കുടുംബത്തിന്റെ ഫാമിലി സൈസ് വലിപ്പം കൂടുതലാണ്. മൂന്നാമത് ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ലോ ഡെത്ത് റേറ്റ്, ജനന നിരക്ക് കൂടുതലും മരണനിരക്ക് കുറവും. ഇതും ദാരിദ്ര്യത്തിന് കാരണം. അതായത് വർദ്ധിച്ചു വരുന്ന ജനങ്ങൾ വരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കണം, ഭക്ഷ്യവസ്തുക്കൾ പ്രദാനം ചെയ്യണം. ഇതൊന്നും പറ്റാത്ത അവസ്ഥ. അപ്പം റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഇറ്റ് ക്രിയേറ്റ് ദ റീസൺ ഫോർ പോവർട്ടി. രണ്ടാമത് ഹൈ ബർത്ത് റേറ്റ്, ഉയർന്ന ജനന നിരക്കും താഴ്ന്ന മരണനിരക്കും. മൂന്നാമത് പറഞ്ഞു സൈസ് ഓഫ് ഫാമിലി, ബിഗ് സൈസ് ഓഫ് ഫാമിലി, അതായത് കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം കൂടുതലാണ്. ദീസ് ആർ ദ 3 important demographic factors create the problem of poverty. നാലാമത്തെ ആദ്യം നമ്മൾ പറഞ്ഞു പേഴ്സണൽ. ഇനി വ്യക്തിപരമായിട്ടുള്ള ചില ഘടകങ്ങൾ. വ്യക്തിപരമായിട്ട് ഘടകങ്ങൾ വന്നപ്പം ഒന്ന് പറഞ്ഞു ലാക്ക് ഓഫ് മോട്ടിവേഷൻ, രണ്ടാമത് ഐഡിൽനെസ്. അതായത് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഒന്നിനും ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിപത്തി, താല്പര്യമില്ല. അതായത് വെറുതെ ഇങ്ങനെ ഇരിക്കാനാണ് നമുക്ക് പൊതുവെ താല്പര്യം. അപ്പം മടിയന്മാരായിട്ടിരിക്കുക കേട്ടോ. ഐഡിൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ? മടി. വെറുതെ ഒരു മോട്ടിവേഷൻ, നമ്മുടെ മനസ്സിൽ യാതൊരു തീരുമാനങ്ങളൊന്നും ഇല്ലാതെ ഒരു പ്രചോദനം ഇല്ലാണ്ടിരിക്കുക, വെറുതെ ഇരിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് സുഖം. അങ്ങനെ കാണുന്ന ആൾക്കാർ. മാത്രമല്ല ഐഡിൽനെസ്, മടിയന്മാർ. അപ്പം ഐഡിൽനെസ് ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ, these are the 2 important personal causes
ക്രിയേറ്റ് പോവർട്ടി ഹിയർ. അപ്പോൾ ദാരിദ്ര്യം ഉണ്ടാക്കാനുള്ള കാരണം ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആൻഡ് സെക്കൻഡ് ഈസ് ദാറ്റ് ഐഡിയൽനെസ്. മൂന്നാമത് ഇനി നമ്മളിവിടെ അടുത്തത്, അതായത് അഞ്ചാമത്തെ സോഷ്യൽ കോസസ് അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ്. അതായത് സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണ്? സാമൂഹിക നമ്മൾ പറയുമ്പം ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാർ, കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ, ജോയിന്റ് ഫാമിലി സിസ്റ്റം, കൂട്ടുകുടുംബ വ്യവസ്ഥ, സോഷ്യൽ കസ്റ്റം, സാമൂഹ്യ ആചാരങ്ങൾ, ദെൻ ഇൻഡെപ്റ്റഡ്നെസ്, കടബാധ്യത, ആൻഡ് ലാസ്റ്റ്ലി ദാറ്റ് പുവർ ഹെൽത്ത് കണ്ടീഷൻ, ആരോഗ്യം മോശമായത്. അതായത് സാമൂഹിക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ലെങ്കിൽ നമുക്ക് തൊഴിലുണ്ടാകില്ല. അപ്പം ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ദെൻ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ, ഞാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു. അതായത് ഒരു ജാതിയിൽ നിന്ന് മറ്റൊരു ജാതിയിലേക്ക് നമ്മൾ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അത് കാസ്റ്റ് വെച്ച്, അപ്പം ഒരാൾ കാർപ്പൻ്റർ ആണെങ്കിൽ, ആശാരിയാണെങ്കിൽ മറ്റു തൊഴിൽ നമ്മൾ അന്വേഷിച്ച് ആ കുലത്തൊഴിലെല്ലാം സ്വീകരിക്കുന്നു. ഇത് എന്തിന് കാരണം നോക്കുന്നത്? ദാരിദ്ര്യത്തെ. ജോയിന്റ് ഫാമിലി സിസ്റ്റം, കൂട്ടുകുടുംബം, ആ കൂട്ടുകുടുംബത്തിൽ ആർക്കെങ്കിലും പണിയില്ലെങ്കിൽ അവിടെ കുഴപ്പമില്ല, മറ്റേത് എൽഡസ്റ്റ് മെയിൽ മെമ്പറിന് പണിയില്ലെങ്കിൽ അതുകൊണ്ട് ആ കുടുംബത്തിൽ എല്ലാവരും ജീവിച്ചു പോകുന്നു. അപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സോഷ്യൽ കസ്റ്റംസ്, ചില ആചാരങ്ങൾ, അതായത് പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ, അവിടെ നിന്ന് പോകാൻ പാടില്ല, ഇങ്ങോട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ചില, പ്രത്യേകിച്ച് മുസ്ലിം കാസ്റ്റിലൊന്നും അന്ന് തൊഴിൽ വിട്ടിരുന്നില്ല, ഇത്തരത്തിലുള്ള ചില ആചാരങ്ങൾ. ദെൻ ഇൻഡെപ്റ്റഡ്നെസ്, കടബാധ്യതകൾ, മാത്രമല്ല പുവർ ഹെൽത്ത് കണ്ടീഷൻ, നമ്മുടെ ആരോഗ്യം മോശമായ അവസ്ഥ. ഇതാണ് സോഷ്യൽ. അവസാനത്തെ ആളാണ് റീജിയണൽ ഫാക്ടേഴ്സ്. റീജിയണൽ ഫാക്ടേഴ്സ്. റീജിയണൽ എന്ന അവസാനത്തേല, അതായത് ആറാമത്തെ ആൾ. റീജിയണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുക. ഒന്ന് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വനങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക. അപ്പോൾ നമുക്കറിയാം, കാട് വെട്ടി നശിപ്പിച്ചാൽ അവിടെ എല്ലാറ്റിനും നമുക്കറിയാം, അതായത് പക്ഷികളാണെങ്കിൽ അവർക്ക് താമസിക്കുന്ന മൃഗങ്ങളുണ്ടാകില്ല, പിന്നെ വനങ്ങൾ ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. ദെൻ അതോടൊപ്പം തന്നെ ഡിറ്റീരിയോറേഷൻ, ചില പ്രദേശങ്ങളുടെ തരംതാണ, അതായത് അതായത് മോശമായ അവസ്ഥയിലോട്ട് വരും. ഇതാണ് റീജിയണൽ കാരണം. ഡിഫോറസ്റ്റേഷൻ പ്ലസ് റീജിയണൽ ഡിറ്റീരിയോറേഷൻ, ദാറ്റ്സ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് കോസസ് ഫോർ പോവർട്ടി. ആൻഡ് ലാസ്റ്റ്ലി ദാറ്റ് ഇക്കോളജിക്കൽ. ഇക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വേണ്ടത്ര രീതിയിലുള്ള പരിസ്ഥിതി, അതായത് പരിസ്ഥിതി ശുദ്ധമായിരിക്കണം, അല്ലെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കണം. ഈ പരിസ്ഥിതി മലിനീകരണമായെങ്കിൽ ഇതും എന്തിനു കാരണമാക്കുന്നു? ദാരിദ്ര്യത്തെ കാരണമാക്കുന്നു. These are the main important. One is the economic factors, second is the climatic, and third is the demographic, fourth is personal, fifth is social, and sixth is regional variation, and last is the ecological factors. These are the 7 important causes for the emergence of poverty. What is meant by poverty here? Then how to measure poverty with the help of poverty line, then classification of poverty, and last is that what are the important causes of poverty. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, ഒന്നിലെ കഴിഞ്ഞ കൊല്ലത്തിലെ ഡിഫറൻസ് ബിറ്റ്വീൻ ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പോവർട്ടി. അതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞങ്ങൾ വാട്ട് ഈസ് മെന്റ് ബൈ പോവർട്ടി ആൻഡ് വാട്ട് ആർ ദ കോസസ് ഓഫ് പോവർട്ടി. ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി പോവർട്ടിക്ക് വേണ്ട മെഷേഴ്സ് ഉണ്ട്. അത് നമുക്കതിൽ അൺഎംപ്ലോയ്മെന്റിന്റെ മെഷേഴ്സ് തന്നെയാണ് പോവർട്ടിയുടെ മെഷേഴ്സ് ആയിട്ട് വരും. അപ്പം ആ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പം ഇത്രയും നേരം നിങ്ങൾ എൻ്റെ ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ചിരുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.